Hi all, welcome to Competitive Cracker. I'm Soumya. അപ്പോൾ നമ്മുടെ HSST ബോട്ടണി എക്സാം ഒക്കെ കഴിഞ്ഞു, മെയ് 19ന് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ വന്നിട്ടില്ല. സുവോളജി, മാത്സ് അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലേ? നല്ലൊരു കട്ട് ഓഫ് ആണ് സുവോളജിക്ക് ഉള്ളത്. അപ്പം ബോട്ടണിയും ഒരുവിധം അതിനടുത്ത ഒരു കട്ട് ഓഫ് ഉണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒരു എന്തായിരുന്നു ഒരു അവസ്ഥ? അതായത് കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവരുണ്ട് അല്ലെ? നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ HSST എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ആയിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ഒരു ലെവല് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയവർക്ക് ഒരു സർഫസ് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ? കുറെ പേർക്ക് ഒരു നിരാശരായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ? എക്സ്പെക്ട് ചെയ്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരും നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ ചിലർ എന്താണ് പറയുന്നത്, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിരാശയായിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇതാ വന്നിരിക്കുകയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ? HSST ബോട്ടണി കഴിഞ്ഞു, മെയ് 19ന് കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത നോട്ടിഫിക്കേഷൻ NVT ബയോളജി വരാൻ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നിരാശരായിരിക്കാതെ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കാണ്, അതായത് ഒന്നിലും നമ്മൾ ഫെയിലായി അല്ലെ, നമുക്ക് നമ്മളുടെ ആ സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് അതില് നിരാശരായി ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ആൻഡ് എറർ മെക്കാനിസം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക, നമ്മളുടെ എന്താണ് നമുക്ക് പറ്റിയ തെറ്റുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് NVT ബയോളജി അല്ലെ? അപ്പോ നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ പറയാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ട് അല്ലെ? കുറച്ച് NVT ബയോളജി എന്ന് പറയുമ്പോൾ VHSC സ്കൂളുകൾ വളരെ കുറവേ ഉള്ളൂ, നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണ്, അതിലൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു എയിം വെക്കുക, അതായത് ഏതാണ് നമുക്ക് എവിടെയാണ് ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല അല്ലെ? ആ ഭാഗ്യം ചിലപ്പോൾ NVT ബയോളജിയിൽ നല്ലൊരു റാങ്ക് നേടാനും അല്ലെ ജോബ് ലഭിക്കുവാനും ആയിരിക്കും. അപ്പൊ അതിനെന്ത് വേണം? വർക്ക് ചെയ്യാണ്ട് ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പൊ എന്ത് വേണം? ഈ HSST ബോട്ടണിയിൽ നമ്മൾ പഠിച്ചു നിർത്തിയതിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അല്ലെ? ബോട്ടണി, NVT ബയോളജിയിലെ ബോട്ടണി സ്റ്റുഡൻസ്, ബോട്ടണി സെക്ഷൻസ് അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞു. 35 മാർക്സ് ആണുള്ളത്. ഇനി സുവോളജി അവർക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത സുവോളജി പോർഷൻസ് വർക്ക് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച ബോട്ടണി ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മളെ ഹാർഡ് വർക്ക്, എഫേർട്ട് നിർത്തിവെച്ചത് അല്ലെ? HSST ബോട്ടണി എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾ വീണ്ടും ഒരു ട്രാക്കിലോട്ട് വരാ, ഹാർഡ് വർക്ക് ചെയ്യുക, എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുക്കാത്തവർക്ക് റിസൾട്ട് ഒരിക്കലും ലഭിച്ചിട്ടില്ല. അപ്പൊ നിരാശരായി ഇരിക്കാതെ നമ്മൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് NVT ബയോളജിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ബോട്ടണി സിലബസ്, സുവോളജി HSST സുവോളജി പഠിച്ചവർക്ക് ബോട്ടണി പഠിക്കണം അല്ലെ? പ്ലസ് അവരുടെ സുവോളജി സബ്ജക്റ്റും പഠിക്കണം, ബോട്ടണി പ്ലസ് സുവോളജി ബോട്ടണിക്കാർക്കും പഠിക്കണം. അപ്പൊ 35 മാർക്സ് ആണ് ബോട്ടണിക്ക്, 35 മാർക്സ് ആണ് സുവോളജിക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോട്ടണി സിലബസ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ മൊഡ്യൂൾസ് 7 മൊഡ്യൂൾസ് ആണുള്ളത്. ഈ 7 മൊഡ്യൂൾസിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്സിനെ നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മുടെ NVT ബോട്ടണി 35 മാർക്സ് സ്കോർ ചെയ്യാൻ നമ്മൾക്ക് ഏതൊക്കെ മൊഡ്യൂൾസ് പഠിക്കണം? 7 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബോട്ടണിയുടെ ബേസിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് കിങ്ഡം അല്ലെ? അതില് ആൽഗെ, ക്രിപ്റ്റോഗെയിംസ് ആൻഡ് ഫെനറോഗെയിംസ്. ക്രിപ്റ്റോഗെയിംസ് എന്ന് പറയുമ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, സ്റ്റെറിഡോഫൈറ്റ്സ്, ആൻഡ് ഫെനറോഗെയിംസ് ജിംനോസ്പെം ആൻഡ് ആൻജിയോസ്പെം, ആൻഡ് ഓൾസോ മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസസ്. അതിന്റെ കൂടെ ആൽഗൽ ഫംഗൽ അസോസിയേഷനിൽ പെടുന്ന ലൈക്കിനോളജി. ഇത്രയും ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. എല്ലാ ജെനറ്റിക്സിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഓക്കെ, നല്ല ഡീപ്പായിട്ട് പഠിക്കാനുള്ള, നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. 3rd മൊഡ്യൂളില് ടാക്സോണമി ആൻഡ് മോർഫോളജി, ഫൈറ്റോകെമിസ്ട്രി,
ഫൈറ്റോകെമിസ്ട്രി, ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. മൊഡ്യൂൾ 4 മോളിക്കുലാർ ബയോളജി വരുന്നു. മൊഡ്യൂൾ 5 പോവുകയാണെങ്കിൽ പ്ലാന്റ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക് ആണുള്ളത്. മൊഡ്യൂൾ 6 പോകുമ്പോൾ പ്ലാന്റ് ബയോടെക്നോളജി, അതിൽ മെയിൻ ആയിട്ട് വരുന്നത് റിക്കോമിനന്റ് DNA ടെക്നോളജി മോളിക്കുലാർ ബയോളജിയിൽ വന്നു. മെയിൻ ആയിട്ട് വരുന്നത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബയോ ഇൻഫർമാറ്റിക്സ് ആണ്. 2 മാർക്സ് ആണുള്ളത്. പക്ഷെ നമുക്കത് പഠിക്കാനുണ്ട്. അത്യാവശ്യമായിട്ട് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ പഠിച്ചാൽ ആ 2 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ NVT ബോട്ടണിയുടെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു മൊഡ്യൂൾസ് നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ട അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോ ഗെയിംസ് ആൻഡ് ഫെൻഡ്രോ ഗെയിംസ് ആ വരുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ വസിഷ്ഠ, ആരാണ് വസിഷ്ഠ, ആൽഗി ഫഞ്ചി ബ്രയോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ PG ക്ലാസ്സുകളിൽ റെഫർ ചെയ്തിട്ടുള്ള വസിഷ്ഠന്റെ ബുക്കാണ്. AK സിൻഹ ആൻഡ് A കുമാറിന്റെ ബുക്ക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫർ ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് വസിഷ്ഠയുടെ ബുക്ക്. ആൻഡ് മൈക്രോബയോളജിക്ക് വേണ്ടിയിട്ട് പെൽസാറിന്റെ നല്ല ടെക്സ്റ്റ് ബുക്കാണ്, അത് നമുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ജിംനോസ്പേമിനെ വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് C ബിശ്വാസ് ആൻഡ് BM ജോഹറിയുടെ ജിംനോസ്പേം എന്നുള്ള ബുക്ക്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 ഈ 3 ബുക്കുകളാണ് നമ്മൾ മനസ്സിലോട്ട് വരേണ്ടത്. ഇനി മൊഡ്യൂൾ 2 പോകുമ്പോൾ ജെനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് ആണ്. അപ്പൊ മെന്റേലിയൻ ജെനറ്റിക്സ് ഉണ്ട്, മോളിക്കുലാർ ജെനറ്റിക്സ് ഉണ്ട്, സൈറ്റോ ജെനറ്റിക്സ് ഉണ്ട് അല്ലെ. ഇതിന് നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്ക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ്, മൈക്കൽ J സിമ്മൻ ആൻഡ് പീറ്റർ സ്റ്റാഡിന്റെ ബുക്കാണ്. നല്ലൊരു ബുക്കാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻ ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യേണ്ടത് BD സിംഗിന്റെ ബുക്കാണ്. പിന്നെ സൈറ്റോജെനറ്റിക്സിന് വേണ്ടിയിട്ട് PK ഗുപ്തയുടെ ബുക്ക്. അപ്പൊ PK ഗുപ്ത, BD സിംഗ്, ഈ പേരുകൾ മനസ്സിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ PG ക്ലാസ്സുകളിലും ഡിഗ്രി ക്ലാസ്സുകളിലും റെഫർ ചെയ്തിട്ടുള്ള ബുക്കാണ്. അത് തന്നെ ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 പോകുമ്പോൾ നമ്മുടെ ടാക്സോണമി, ഫൈറ്റോകെമിസ്ട്രി, മോർഫോളജി ടോപ്പിക്കുകളാണ് വരുന്നത്. അതിൽ നമ്മൾ AVS സംഭമൂർത്തിയുടെ ഒരു ബുക്കാണ് ടാക്സോണമി ഓഫ് ആൻജിയോസ്പേമിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബുക്ക് നമ്മളെ കയ്യിൽ ഡിഗ്രി ക്ലാസ്സുകളിലും PG ക്ലാസ്സുകളിലും ഉണ്ടായിരുന്ന ബുക്കാണ് OP ശർമ്മയുടെ ടാക്സോണമി എന്നുള്ള ബുക്ക്. ഓക്കെ, ഫൈറ്റോ കെമിക്കൽ മെത്തേഡ്സിന് വേണ്ടിയിട്ട് JB ഹാർബോണിന്റെ ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ബുക്കുകൾ എന്ന് പറയുമ്പോൾ OP ശർമ്മയുടെ ബുക്ക് നമ്മുടെ കയ്യിലുള്ള ബുക്കാണ് അല്ലെ, അത് ഫോളോ ചെയ്ത് പോകുക. മൊഡ്യൂൾ 4 പോകുമ്പോൾ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് വരുന്നു. അതിൽ മോളിക്കുലാർ ബയോളജിയിൽ ജീൻ ക്ലോണിംഗ്, വെക്ടേഴ്സ്, RDNA ടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ഇത്രയും ടോപ്പിക്കുകൾ ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്ക് മോളിക്കുലാർ ബയോടെക്നോളജി ബൈ BR ഗ്ലിക്, JJ പാസ്റ്റർനാക് ആൻഡ് CL പാറ്റന്റെ മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഒരു നല്ലൊരു ബുക്കാണ്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയി. ഈ ഒരു ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. നല്ല റെഫറൻസ് ബുക്കാണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 5 വരുമ്പോൾ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആ ബുക്ക് വരും അല്ലെ. ഏതാ രാമചന്ദ്രൻ പ്ലോട്ട് ഒക്കെ നമ്മൾ റെഫർ ചെയ്ത ബുക്ക് ഏതാണ്, ലെനിൻചറിന്റെ ബുക്ക് ഉണ്ട്. ഓക്കെ, ബയോകെമിസ്ട്രി. പിന്നെ U സത്യനാരായണയുടെ ബയോകെമിസ്ട്രി എന്നുള്ള ബുക്കും നല്ലൊരു റെഫറൻസ് ബുക്കാണ്. ഇനി ഫിസിയോളജിയിലേക്ക് വരുമ്പോൾ ലെനിൻചർ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോകെമിസ്ട്രി ആണ് നമ്മളുടെ ബയോകെമിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ബുക്ക്. പ്ലാൻ ഫിസിയോളജി വരുമ്പോൾ പ്ലാൻ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ബൈ ലിങ്കൺ ടൈസ് ആൻഡ് എഡ്വാർഡോ സിഗർ എന്ന് പറയുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ ഫിസിയോളജിയുടെ നല്ലൊരു റെഫറൻസ് ബുക്കാണ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 6 വരുന്നു പ്ലാൻ ബയോടെക്നോളജി. അതിൽ പ്ലാൻ ടിഷ്യൂ കൾച്ചർ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ട്രാൻസ്ജനിക് ടെക്നിക്, പ്ലാൻ ടിഷ്യൂ കൾച്ചർ തിയറി ആൻഡ് പ്രാക്ടീസ് ബൈ MK റസ്താന്റെ ഈ ഒരു ബുക്ക് നല്ലൊരു റെഫറൻസ് ബുക്കാണ് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി. ഇനി മൊഡ്യൂൾ 7 ലാസ്റ്റ് മൊഡ്യൂൾ 2 മാർക്സ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നതാണ്. ബയോ ഇൻഫർമാറ്റിക്സ് ഡേവിഡ് W മൗണ്ട് എസെൻഷ്യൽ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് ബയോ ഇൻഫർമാറ്റിക്സിന്റെ റെഫറൻസിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ബുക്ക്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നമ്മൾ NVT ബയോളജിയിലെ ബോട്ടണി സ്കോർ 35 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ എവിടെയും നമ്മുടെ മാർക്ക് പോകരുത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയുള്ള നല്ല
നല്ല റെഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മാർഗദർശിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ HSST എക്സാം കഴിഞ്ഞ് നിരാശരായിരിക്കുന്ന നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവര് നിരാശരായിരിക്കാതെ, അതായത് അത് കഴിഞ്ഞു അല്ലെ, നമ്മുടെ മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിച്ചിരിക്കുന്നത്. HSST ബോട്ടണി കഴിഞ്ഞു, അതിനുശേഷം NVT ബയോളജി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു അല്ലെ. അപ്പൊ നിരാശരായിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നെക്സ്റ്റ് എയിമിലോട്ട് നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരിക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെ NVT ബയോളജി സിലബസ് നോക്കുക, NVT ബോട്ടണി അല്ലെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സുവോളജി അല്ലെ പഠിച്ചത് ഒന്നുകൂടെ NVT ബയോളജി അല്ലെ HSST ബോട്ടണിക്ക് പറഞ്ഞ അതേ രീതിയിലല്ല അല്ലെ, അത്രയും സിലബസ് ഇല്ല, 35 മാർക്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, സുവോളജി ആയാലും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുക. ആ ട്രാക്കിലോട്ട് വരാനായിട്ട് നമ്മുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ CCയിൽ ഒരുപാട് പേര് HSST അല്ലെ ഇതെല്ലാം ലിസ്റ്റിൽ പെട്ടിട്ടുള്ള നല്ല റാങ്ക് മേടിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികളാണ്. അപ്പൊ ഇതേ രീതിയിൽ അവരെങ്ങനെയാണോ ഒരു തവണ ഫെയിൽ ആയി എന്ന് വിചാരിച്ചിട്ട് നിരാശരായിരുന്നവരല്ല, ഹാർഡ് വർക്ക് ചെയ്തവരാണ്. അപ്പൊ നമുക്കും ഹാർഡ് വർക്ക് ചെയ്യാം. എത്രയും വേഗം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ NVT ബയോളജിയുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ഹെൽപ്പും ആയിട്ട് നമ്മുടെ CC ടീം നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി NVT ബോട്ടണി ക്ലാസ്സസിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.